പിന്നെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ രുചിയേറിയ വിഭവം തയ്യാറാക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് അഖില ആനന്ദ്. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. ചേച്ചിനെ എപ്പോഴും കാണുമ്പോൾ എനിക്ക് ഭയങ്കര പാവം, എന്താ പറയാ, ഒരു ഓമനത്തുള്ള ഒരു മുഖമാണ് ചേച്ചിക്ക്. ഓമന ചേച്ചി, ഇങ്ങനെ ഓമനിക്കാൻ തോന്നൂലേ? സക്സസ്. അമൃത ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഈസ്റ്റേൺ രുചിയോണത്തിന്റെ രുചിയേറിയ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ. അപ്പോൾ 2 എപ്പിസോഡുകൾ ഈസ്റ്റേൺ രുചിയോണത്തിന്റെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പിസോഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലെ തീർച്ചയായിട്ടും സെലിബ്രിറ്റീസ് ഉണ്ടാക്കുന്ന ഈ വിഭവങ്ങളൊക്കെ തയ്യാറാക്കണേ. അപ്പൊ ഞങ്ങൾക്കത് എന്തായാലും എഴുതിയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെ ഒക്കെ അറിയിക്കണം. പിന്നെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ രുചിയേറിയ വിഭവം തയ്യാറാക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മറ്റാരുമല്ല, നിരവധി ഹിറ്റ് ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ ഗായിക അഖില ആനന്ദ്. ഹലോ ചേച്ചി, നമസ്കാരം. മഞ്ഞക്കിളിയായിട്ട് ഓണമൊക്കെ അല്ലേ? അതെ, ഓണമൊക്കെ കുറച്ച് ആർഭാടമാകാൻ ഞങ്ങൾക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? വിശേഷം, സുഖമായിരിക്കുന്നു. ഓക്കെ, ചേച്ചിനെ എപ്പോഴും കാണുമ്പോൾ എനിക്ക് ഭയങ്കര പാവം, എന്താ പറയാ, ഒരു ഓമനത്തുള്ള ഒരു മുഖമാണ് ചേച്ചിക്ക്. നല്ല ലളിതമായ സംസാരം. ഓമന ചേച്ചി, ഇങ്ങനെ ഓമനിക്കാൻ തോന്നൂലേ? അങ്ങനെയൊക്കെ നല്ല ചിരി. പൊതുവെ ഇങ്ങനെയാണോ? ഭയങ്കര സൈലന്റ് നേച്ചർ ആണോ ചേച്ചിയുടെ? അങ്ങനെ എന്നോട് അടുപ്പമുള്ളവരെങ്ങനെ പറയുമോന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ ഞാൻ പാവമാണെന്നാണ്. അപ്പൊ അങ്ങനെയല്ല, ചില സമയത്തൊക്കെ. ഓക്കെ, അപ്പൊ പാട്ടൊക്കെ പാടി നമുക്ക് ഇനി ഒരുമിച്ച് ഈസ്റ്റേൺ രുചിയോണത്തിൽ ഇനി കുറച്ച് മിനിറ്റ് നമുക്ക് അങ്ങ് ആസ്വദിക്കാൻ ചേച്ചി. പാട്ട് പാടി കുക്ക് ചെയ്ത് മൂന്നാമത്തെ ദിവസം അഖില ചേച്ചി എന്തായിരിക്കും തയ്യാറാക്കുന്നത്? എന്താണ് മൂന്നാമത്തെ വിഭവം എന്ന് പറയുന്നത്? പച്ചടി. യെസ്, ഇന്ന് പച്ചടിയാണ് ഈസ്റ്റേൺ രുചിയോണത്തിൽ അഖില ചേച്ചി നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. പച്ചടി പല തരത്തിലുള്ള പച്ചടികളുണ്ട്. പക്ഷെ ഇന്ന് നമ്മള് വെള്ളരിക്ക പച്ചടിയുടെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കടുക്, വറ്റൽമുളക്, ഉപ്പ്, തൈര് ഓൾറെഡി അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. താളിക്കാനുള്ള കറിവേപ്പില. അപ്പൊ നമ്മള് പാചകത്തിലേക്ക് പോവാം. അതോടൊപ്പം തന്നെ നമുക്ക് വാചകം അടിച്ചുകൊണ്ടിരിക്കാം. അടുപ്പിലേക്ക് വെച്ചിട്ട് അങ്ങ് വാചകത്തിലേക്ക് കിടക്കാം. നമ്മളപ്പോ ഈസ്റ്റേൺ രുചിയാണത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡില് വെള്ളരിക്ക പച്ചടി അങ്ങനെ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പാനൊക്കെ ചേച്ചിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഓൺ ചെയ്യാം. വെള്ളം ഒഴിച്ചിട്ട് ഓൺ ചെയ്യാം. തീ സിമ്മിൽ ഇട്ടിട്ട് വേണം നമുക്ക് വെള്ളരിക്ക ഇതിനകത്ത് ഇടാനായിട്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട്, ഉപ്പ്, പച്ചമുളക് ഇട്ട്. യെസ്, ചേച്ചിക്ക് പൊതുവെ എന്ത് ടൈപ്പ് ഫുഡ് കഴിക്കാനാ താല്പര്യം? എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. സദ്യ ഭയങ്കര ഇഷ്ടം. ഓക്കെ, സദ്യ കഴിക്കാൻ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മിസ് ചെയ്യാറില്ല. സദ്യ ഉള്ളതുകൊണ്ട് സദ്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എനിക്ക് എല്ലാ ഇഷ്ടം. കൂടുതലും സൗത്ത് ഇന്ത്യൻ വെജ് വിഭവങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ട്രിവാൻഡ്രം സ്വദേശിനിയാണ്. വെള്ളം ഒഴിച്ചു, വെള്ളരിക്ക ഇതിനകത്തേക്ക് ഇട്ടു, പച്ചമുളക് ഇട്ടു, കുറച്ച് ഉപ്പ് ഇട്ടു. ഇത് കുറച്ചു നേരം ഒന്ന് വേവിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ചേച്ചിനെ കാണുമ്പോ എന്തായാലും പ്രേക്ഷകര് പറയുന്ന ഒരു കാര്യമാണ്, അഖില ചേച്ചിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നല്ലേ ഞാൻ കേട്ടു. യെസ്, ചേച്ചി പാടാനാണ് പ്രേക്ഷകർ പറയുന്നത്. ഓണം ആയതുകൊണ്ട് നമുക്ക് ഓണം കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള പാട്ടുകൾ പാടാന്ന് വിചാരിക്കുന്നു. അത് മാത്രല്ല, ഈ ഓണക്കാലത്ത് നമുക്ക് വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട്. ജാനകി അമ്മ പോയത്. അപ്പൊ ജാനകി അമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ടും കൂടി ആവട്ടെ എന്ന് ഓർത്തു കുറച്ച് ജാനകി അമ്മയുടെ പാട്ടുകൾ പാടിയാണ്. ഓക്കെ, ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് അത് ഇരട്ടി സന്തോഷവും മധുരമാണ് ഈ ഒരു ഈസ്റ്റേൺ രുചിയാണത്തില്. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാൻ
നല്ല രസമുണ്ട്. ഇങ്ങനെ പാട്ടിൽ ഇങ്ങനെ അലിഞ്ഞു ചേരാന്ന് പറയില്ലേ, അതുപോലെ തന്നെ വെള്ളരിക്ക് ഇപ്പൊ അലിഞ്ഞു ചേർന്നോന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ ചേച്ചി, അപ്പം ഓണാണല്ലോ. ഓണം എന്ന് പറയുമ്പോഴത്തേനും ചേച്ചിനൊക്കെ സംബന്ധിച്ചുള്ള ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ്, ഒരുപാട് പേരെ സന്തോഷിക്കുന്ന ഒരു മാസങ്ങളാണ് ഈ ഓണക്കാലം എന്നൊക്കെ പറയുന്ന ദിവസങ്ങളൊക്കെ. ഞങ്ങള് സന്തോഷിപ്പിക്കും. അതെ, ചേച്ചിയൊക്കെ സന്തോഷിപ്പിക്കും, ഞങ്ങൾക്ക് സന്തോഷിപ്പിക്കും. അപ്പൊ അതിലൊരു നല്ലൊരു ഓർമ്മ, ഒരു ഓണക്കാല ഓർമ്മ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചേച്ചിയുടെ മനസ്സിലുള്ള ആ ഒരു ഓർമ്മ എന്താ? ഓണക്കാലം പ്രോഗ്രാംസിന്റെ ഒരു സമയമാണ് ഈ പറഞ്ഞ പോലെ. അപ്പോ എനിക്ക് 2007 കിട്ടിയൊരു ഭാഗ്യമുണ്ട്. അതൊരു ഓണക്കാലമായിരുന്നു. ദുബായിലൊരു ഷോ. ഞാൻ ജസ്റ്റ് പാടി ഈ ഒരു ഫീൽഡിൽ എൻട്രി ചെയ്തതേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഫിലിം സോങ് പാടി ആ സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് വലിയൊരു വേദി കിട്ടി, പാടാനുള്ള അവസരം കിട്ടി. അതും ലെജൻഡ്സ് ആയിട്ടുള്ള SPB സാറിന്റെ കൂടെയും ചിത്ര ചേച്ചിയുടെ കൂടെയുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പൊ SPB സാറിന്റെ കൂടെ എനിക്ക് 2 ഡ്യുവറ്റ്സ് ഒന്ന് പാടാൻ പറ്റി. അങ്ങനെ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, ഞാൻ എന്നും എല്ലാ കാലവും ഓണം എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ ആ ഒരു ഓണക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ഓണം പ്രോഗ്രാം ആയിരുന്നു. അത് ഞാൻ എന്നും ഇങ്ങനെ മനസ്സോട് അന്ന് SPB സാറിന്റെ കൂടെ മാങ്കുയിലെ പാടി. പിന്നെ ഒരു ഹിന്ദി സോങ് ദീവാന ഹുവാ ബാദൽ ആണ് പാടിയത്. രണ്ടും നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള, SPB സാർ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ, വളരെയധികം സപ്പോർട്ടീവ് ആണ്. ഞാനൊരു പുതിയ സിംഗറാണ്, പുതിയൊരാളാണ്. അപ്പൊ എന്നാ കൂടെ അദ്ദേഹം ഭയങ്കര നല്ല രീതിയിലാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് പാടാനുള്ള എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു. ഇതിപ്പോ നമ്മുടെ സ്റ്റേജ് ഷോ അല്ലെങ്കിൽ പ്രൊഫഷൻ ബേസ് ഉള്ള ഒരു ഓണോർമ്മ, വീട്ടിലത്തെ ഓണോർമ്മ എന്താണ്? വീട്ടിലത്തെ ഓണം, വീട്ടിൽ മിക്കവാറും ഓണക്കാലം ഞാൻ ഉണ്ടാവാറില്ല എന്നതാണ് വീട്ടിലത്തെ നല്ല ഓർമ്മ. സമയമാകുമ്പോ ചിലപ്പോ തിരുവോണത്തിന് പോലും ചിലപ്പോ വീട്ടില് ഉണ്ടാവാറില്ല. ചിലപ്പോ തിരുവോണത്തിന്റെ ദിവസമായിരിക്കും പ്രോഗ്രാം വരുന്നത്. അന്ന് പിന്നെ രാവിലെ പ്രാക്ടീസ്, സൗണ്ട് ചെക്ക്, റിഹേഴ്സൽ. ചിലപ്പോ കഴിഞ്ഞ ഓണത്തിന് നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ അതാണൊരു സന്തോഷം. അപ്പം എന്നെ സംബന്ധിച്ച് നമ്മളെ പോലെയുള്ള പെർഫോമിംഗ് ആർട്സ് കൈകാര്യം ചെയ്യുന്നവര് ഓണം അതുപോലെയുള്ള ഫെസ്റ്റിവൽ സീസൺസിൽ ബിസി ആവാതിരിക്കുക എന്ന് പറയുന്നത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതാണ് ഒരു സന്തോഷം. സ്റ്റേജിൽ പാടാൻ പറ്റുക, ലൈവായിട്ട് നിൽക്കാൻ പറ്റുക, കുറച്ച് ഓണപ്പാട്ടുകൾ ഇറങ്ങുക, ഇതൊക്കെയാണ് സന്തോഷം. ഈ വീട്ടിലെ ഓണ ടൈം നമുക്ക് കൂടാറില്ല. അപ്പൊ എപ്പോഴെങ്കിലും അല്ല, അങ്ങനെയല്ല, എല്ലാ ഓണത്തിനും എന്നല്ല. ഓണത്തിന് പൊതുവെ നമ്മളെ പോലെയുള്ള കലാകാരന്മാര് ബിസി ആയിരിക്കും. പ്രോഗ്രാംസ് ആയിരിക്കും, യാത്രകളായിരിക്കും. അല്ലാത്ത സമയം ഉണ്ടാവാറുണ്ട്, ഉണ്ടായിട്ടില്ല എന്നല്ല. പക്ഷെ ബിസി ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് സന്തോഷം. അതെ, നമ്മളൊരു പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മളെ തന്നെ കാണുന്നത് എന്നെ സംബന്ധിച്ച് പെർഫോം ചെയ്യുക, സ്റ്റേജില് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുക, ഇതുപോലുള്ള ഷൂട്ട് വരുമ്പോ ചെയ്യുക, അതൊക്കെയാണ് കളർഫുൾ ആയിട്ടിരിക്കുക. കളർഫുൾ ആയിട്ട് ഇടിവെട്ട് കളറൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വെള്ളരി കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. പക്ഷെ വെന്തോന്നൊരു സംശയം. വറ്റി കുഴപ്പമില്ല, ഓഫ് ചെയ്യാം, ഓഫ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അടി പിടിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓഫ് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രോസസ് എന്താണ്? വെള്ളരിക്ക പച്ചടിയുടെ ഇനി തേങ്ങയും അരപ്പ്, തേങ്ങ, പച്ചമുളക്. തേങ്ങ വെച്ച് ഈ കറികൾ ഉണ്ടാക്കുമ്പോഴേ തന്നെ ഭയങ്കര രുചിയാല്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് നമുക്ക് പലതരത്തിലും നമുക്ക് ഈ തേങ്ങ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇനി എന്താ വേണ്ട ചേച്ചിക്ക്? പച്ചമുളക്. ഓക്കെ, സ്പൈസി കൂടുതൽ കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കുറച്ച് എരിവൊക്കെ എന്നാലും, പക്ഷെ ഇതിനത്ര എരിവ് വേണ്ടല്ലോ. മതിയും തോന്നുന്നു. മതി. എല്ലാം ചേച്ചിയുടെ ഒരു അളവിനാണ്. നിങ്ങൾക്ക് എന്താണ് എരിവ് അല്ലെ? വെള്ളം ഒഴിക്കാം, കുറച്ച് വെള്ളം പേസ്റ്റ് ആക്കിയാൽ മതി നമുക്ക്. ഓക്കെ, മതി. ചേച്ചി പൊതുവെ വീട്ടില് ഏത് ടൈപ്പ് ഓഫ് ഡിഷസ് ആ കുക്ക് ചെയ്യാറ്? വെജ് ആണോ നോൺ വെജ് ആണോ? വീട്ടില് എനിക്ക് വെജ് ഇഷ്ടം. പക്ഷെ ഞങ്ങള് ചെറിയൊരു കുടുംബമാണ്, ഹസ്ബൻഡും മോനും. അവർക്ക് രണ്ടുപേർക്കും നോൺ വെജ് ഇഷ്ടം. നോൺ വെജ് ആണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ നോൺ വെജ് ആയി തുടങ്ങി. ഓക്കെ, മിക്സിയില് ജസ്റ്റ് ഒന്ന് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണേ. അപ്പൊ ചേച്ചി നമ്മുടെ തേങ്ങ എല്ലാം അരച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പേസ്റ്റ് പോലെ അരയണം. ഇനി കുറച്ച് കടുക് ഇതിന്റെ കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട്. ഇത് ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ്. ഓക്കെ, അപ്പൊ നമ്മള്
വെള്ളരിക്ക ഇവിടെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതെ. വേവിച്ചെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർക്കുക കേട്ടോ. എന്തൊക്കെയായിരുന്നു ഇട്ടത്? തേങ്ങയും പച്ചമുളക്. ഇപ്പൊ ലാസ്റ്റ് പേസ്റ്റ് പരുവായതിനു ശേഷം ലാസ്റ്റ് കുറച്ച് കടുകും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തു. അത് നമ്മൾ വെള്ളരിക്കയിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാണ്. യെസ്, കുറച്ച് വെള്ളം നമ്മൾ മിക്സിയിലേക്ക് ഒഴിക്കുകയാണ്. ഈസ്റ്റേൺ രുചിയാണത്തിൽ ചേച്ചിയെ പോലെ, അഖില ചേച്ചിയെ പോലെ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു വെള്ളരിക്ക പച്ചടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതില് തൈര്. ഓക്കെ, തൈര് അങ്ങനെ ഇടാൻ പറ്റില്ല. ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കട്ടകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടി തൈര് ഒന്ന് അടിക്കാൻ പോവാണ്. മതി. തൈര് മൊത്തം ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആവുന്നല്ലേ? നേരത്തെ കുറച്ച് കട്ടിയായിരുന്നില്ലോ. ഓക്കെ, ചേച്ചിയുടെ അമ്മ ചെറുപ്പത്തിലേക്ക് എന്ന് വെച്ചാൽ ചെറുപ്പകാലത്ത് ഓണത്തിലേക്ക് പോകുമ്പോ ചേച്ചിയുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട സദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ചോദിച്ചാൽ ചേച്ചി ഏതായിരിക്കും പറയുന്നേ? അമ്മ എനിക്ക് തോന്നുന്നു അമ്മ കുഞ്ഞിലെ തൊട്ടേ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ വെജിറ്റേറിയൻ വിഭവങ്ങളെല്ലാം നല്ലതാണ്. സാമ്പാറും പുളിശ്ശേരിയും ഒക്കെ നല്ലതാണ്. ഓക്കെ, എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടം. മാമ്പഴ പുളിശ്ശേരി. ഓക്കെ, പക്ഷെ സദ്യയിൽ മാമ്പഴ പുളിശ്ശേരി ഇല്ല. നമുക്കതൊന്ന് ആഡ് ഓൺ ചെയ്യണം. കുറച്ച് വെള്ളം കൂടി കുറച്ച് വെള്ളം കൂടെ. ഓക്കെ, ചേച്ചിക്ക് അമ്മയുടെ മാമ്പഴ പുളിശ്ശേരിയാണോ ഭയങ്കര ഇഷ്ടം? പൊതുവെ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കണ സാമ്പാർ നല്ലതാണ്. അതിപ്പോഴും സാമ്പാർ അടിപൊളിയാണ്. ഓക്കെ, നമ്മളൊക്കെ എത്ര ചെയ്താലും അതുപോലെ ആവില്ല. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം ഓണത്തിന് എങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടോ? ആയി വരുന്നു. ചേച്ചി, ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? ചേച്ചി എന്തായാലും പച്ചടി ഉണ്ടാക്കുന്നു, പാചകം പ്ലസ് പാട്ട്. തിളക്കുന്നോന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോ ഇത് പാട്ടാ ജാനകിയമ്മയുടെ തന്നെ തേനും വയമ്പും. ഓണക്കാലം ആവുമ്പോ എപ്പോഴും പൂക്കാലം, കളർഫുൾ, ആ ഒരു ഫീലുള്ള പാട്ടുകളാണ് ഇതൊക്കെ. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും ആഹാ നാവിൽ വാനം പാടി, ലാ ലാ ലാ. വെള്ളരിക്ക പച്ചടി പോലെ തന്നെ. എന്താ ഒരു സ്വാദൊക്കെ പറയണേ, എന്താ ഒരു പാട്ട്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക്. അടുത്തത് എന്താണ്? അതന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കേണ്ടത്. അടുത്തത് എന്താണ്? എല്ലാ കറിയിലും ഉള്ള പോലെ കടുക്, മുളക്, വെളിച്ചെണ്ണ താളിക്കുക അല്ലെ, കറിവേപ്പില. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വെക്കാം. അപ്പൊ ചേച്ചിക്കിനി ഞാൻ താളിക്കാനുള്ള പാത്രം സെറ്റ് ആക്കി തരാം. പിന്നെ നമ്മൾ പാത്രം ഫൈനൽ സ്റ്റേജിലേക്കാണ്. ഇനി നമ്മൾ താളിക്കാൻ പോവാണ്. പാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ചേച്ചി വേണ്ടേ? നമ്മുടെ മലയാളികളുടെ സ്ഥിരം വെളിച്ചെണ്ണ. ഓക്കെ, കടുക് പൊട്ടിക്കുക. വേറെ ആർഭാടൊന്നും വേണ്ട, കടുക് പൊട്ടിക്കാന്നാണ്. ഓക്കെ, കടുക് പൊട്ടിക്കാൻ ചെറിയത് മതിയല്ലോ. മതി. സൈഡിലേക്ക് അങ്ങ് നമുക്ക് ചിരിച്ചു മതി. ഇനി നെക്സ്റ്റ് എന്താ ചേച്ചി? കടുക്, മുളക് ചൂടായി വരുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, കുറച്ചും കൂടെ ഇടണോ? മതിയാവും. പേരിന് എന്റെയും കൂടി ഇരിക്കട്ടെ. എന്റെ ഒരു മുളക്, വറ്റൽമുളക്. ഓക്കെ, നെക്സ്റ്റ് വറ്റൽമുളകാണ്. പൊട്ടി തുടങ്ങി. അപ്പൊ ചൂടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നടുവേ ഒന്ന് കേറിയിട്ട് ഇടുകയാണ്. നെക്സ്റ്റ് കറിവേപ്പില. നമ്മുടെ കറി ചിലരിങ്ങനെ ഫുള്ളായിട്ട് ഇടാറുണ്ട്. ഞാൻ ഇങ്ങനെ ഇളക്കിയിടും. ഓ, ഇനി ഇട്ടോളൂ. ഓക്കെ, മതി. ഓടരുത്. ഇല്ല, ഞാനൊരു ചേച്ചി പറഞ്ഞപ്പോ ഞാനാണെങ്കിൽ ഓടാൻ നിൽക്കുന്നത്. ഓക്കെ, ഇത് വലിയ പാത്രമായിട്ട് അതിന്റെ 4 വശത്തും പോയി. അത് ഇനി ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലേക്ക് തളിക്കാണോ? ഓക്കെ, ഇട്ടോ. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചി
നമ്മൾ വെള്ളരിക്ക പച്ചടി അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ ചിലപ്പോ ഒരു സെക്കൻഡ് ഒക്കെ കാണാൻ വിട്ടുപോയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നും കൂടെ വെള്ളരിക്ക പച്ചടിയുടെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ആദ്യം വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, അത്യാവശ്യം വേണ്ട എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് വെള്ളരിക്ക എടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. പാനില് അതായത് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ച് വെച്ച് വേവിക്കാം. ആ വെള്ളം വറ്റുന്നത് വരെ വേവിക്കാം. അത് കഴിയുമ്പോ അരപ്പ്, അതായത് തേങ്ങ, പച്ചമുളക് രണ്ടും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റ് പോലെ ആക്കുക. അതിനുശേഷം കുറച്ച് കടുകും കൂടി അതിന്റെ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മതി. അത് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, വെള്ളം കുറവാണെങ്കിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് അത്യാവശ്യം നമുക്ക് കാണുമ്പോ മനസ്സിലാവും എത്ര വേണം, വെള്ളം കട്ടിയായി പോരുത്. അപ്പൊ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് തൈര്, കട്ടി തൈരാണ്. തൈര് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരയ്ക്കുമ്പോ അതിന്റെ കട്ടിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരുള്ളൂ. അതും കൂടി മിക്സ് ചെയ്യാം. തിളയ്ക്കാൻ അനുവദിക്കരുത്. ഒത്തിരി തിളച്ചു പോയി കഴിഞ്ഞാൽ തൈര് തിളച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഓഫ് ചെയ്യാം. എന്നിട്ട് താളിക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി. അപ്പൊ നമുക്ക് ഇതിനെ സെർവ് ചെയ്താലോ? സെർവ് ചെയ്തിട്ട് വേണം എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് സെർവ് ചെയ്താലോ എന്ന് പറഞ്ഞു. ആദ്യം ഉപ്പിന്റെ കാര്യം പറഞ്ഞില്ല. നമ്മളെ വെള്ളരിക്ക വേവിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടി ഇടണം. പിന്നെ കുറഞ്ഞു പോയാലും സാറില്ല, കുറച്ച് ആദ്യം ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് വേണം അത് ആവശ്യത്തിന് ഇടാം. പലപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോ ഉപ്പ് കൂടുതലാന്ന് ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട്. എനിക്ക് ഉപ്പ് നന്നായിട്ട് ഉപ്പ് വേണം, പുള്ളിക്ക് ഉപ്പ് വേണ്ട. മോനോ? അവൻ ഈ പച്ചക്കറികൾ വലിയ താല്പര്യമില്ല. ചിക്കനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അതിപ്പോ ഏത് രൂപത്തിലാണെങ്കിലും കഴിച്ചു. അപ്പൊ ചേച്ചി നമുക്ക് സെർവ് ചെയ്താലോ? യെസ്, ഐശ്വര്യമായിട്ട് ഇലയിലേക്ക് അങ്ങ് സെർവ് ചെയ്യുക. അതെ, ഞാനാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റർക്ക് എന്നാന്നൊക്കെ. ഓക്കെ, ധൈര്യമായിട്ട് ഇട്ടോളൂ. ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ഞാൻ അങ്ങനെയൊന്നുമില്ല, എന്തും കഴിക്കും. ഞാൻ നന്നായിട്ട് കഴിക്കും. എന്നെ തിരിച്ച് കടിക്കാത്തത് എന്തും ഞാൻ കഴിക്കാം. അങ്ങനത്തെ ഒരു പ്രകൃതമാണ്. എനിക്ക് അങ്ങനെ പറയാനില്ല. സദ്യയിലായാലും ഞാൻ എല്ലാം കഴിക്കും. വാവ്, നമ്മുടെ ഈസ്റ്റേൺ രുചിയോണത്തില് നമ്മുടെ അഖില ചേച്ചി നമുക്ക് വേണ്ടി തയ്യാറാക്കിയ വെള്ളരിക്ക പച്ചടിയാണ് എന്റെ കൈകളിലുള്ളത്. ഇപ്പൊ പ്രേക്ഷകർക്കൊക്കെ കൊതി വരുന്നുണ്ടാവും. പച്ചടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഈ മധുര പച്ചടി. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നേ. അപ്പൊ എനിക്കറിയാം ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ഞാൻ ഐശ്വര്യമായിട്ട് ടേസ്റ്റ് ചെയ്യട്ടെ ചേച്ചി? ഓക്കെ. ചേച്ചിക്ക് ഇത്രയും ടെൻഷൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയപ്പോ ഉണ്ടായിരുന്നോ? പക്ഷെ ഇത് കുഴപ്പമില്ല. എനിക്ക് എപ്പോഴും അടി പിടിക്കുന്ന കാര്യത്തില് പേടി. നല്ല കോൺഫിഡൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാണ്. പ്രേക്ഷകർക്ക് ഞാൻ നൽകിയിരിക്കുന്നത്. നിങ്ങളെല്ലാരെയും മനസ്സിൽ ധ്യാനിച്ച് ഞാൻ കഴിക്കുന്നു. കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, സെറ്റാണ്. ഉപ്പ് ആവശ്യത്തിന് കറക്റ്റാ. നല്ല മധുരം. ടെൻഷൻ ഉപ്പിന്റെ കാര്യത്തിലാണ്. ചേച്ചിയുടെ ഭർത്താവിന് കൊടുത്തു നോക്കാം. ഇനി ഉപ്പ് കൂടി പോന്ന് പറയുന്ന ചേട്ടന് നമുക്ക് ഇതങ്ങ് പാഴ്സൽ ചെയ്തങ്ങ് കൊണ്ടുപോയിക്കോ. ചേട്ടാ പറയൂ, ഞാൻ ഒരു ഇതും കൂടെ പിടിക്കാണ്. സക്സസ്. ചേച്ചി ട്രൈ ചെയ്യണ്ടോ? ചേച്ചിയും കൂടെ ട്രൈ ചെയ്തോ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ദിശാരെ വാന്നൊക്കെ സൂപ്പർ സാധനം. കൊള്ളാമോ? യെസ്, കിടുക്കാച്ചി സാധനം. കഴിച്ചോ? കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലോ, സൂപ്പറാണ്. അടിപൊളി. അപ്പോ ഈസ്റ്റേൺ രുചിയാണ് പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിന്റെ 3ാമത്തെ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കിയത്. വെള്ളരിക്ക പച്ചടിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി അല്ലെ? സെറ്റ് സാധനമാണ്. ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല. അതെ, നമ്മളല്ല, ചേച്ചി ഉണ്ടാക്കിയോണ്ട് പറയല്ല. അടിപൊളി ഐറ്റം ആണ്. അപ്പൊ ചേച്ചിക്ക് കുക്കിംഗ് ചെയ്യാറുണ്ടോ ചോദിക്കുന്നവർക്കല്ലേ, നമ്മളിത് തെളിവാണ്. ഇതിന്റെ യൂട്യൂബിൽ അപ്ലോഡ് ആയി കഴിയുമ്പോഴത്തേനും അമൃത ടിവിയുടെ യൂട്യൂബിൽ കയറി ലിങ്ക് അങ്ങ് അയച്ചു കൊടുക്കണം. ഞാൻ ഉണ്ടാക്കിയ വെള്ളരിക്ക പച്ചടി. അപ്പൊ ഇനി പുതിയ പ്രൊജക്ടുകളൊക്കെ എന്തൊക്കെയാണ്? മൂവി പ്രൊജക്ട്സും കാര്യങ്ങളും? പുതിയ പ്രോജക്ട്സ് അങ്ങനെ മൂവി പറയത്തക്ക ഒരെണ്ണം പാടിയിട്ട് കുറെ ആയി. പെരും കളിയാട്ടം. സുരേഷ് ഗോപി ചേട്ടനാണ് അഭിനയിക്കുന്നത്. ജയരാജ് സാറിന്റെ സിനിമയാണ്. പിന്നെ പ്രോഗ്രാംസ് ആണ് കൂടുതൽ പ്രോഗ്രാംസും മറ്റു റെക്കോർഡിങ്സ്, അതായത് ആൽബംസ്, ഡിവോഷണൽ,
അങ്ങനെയൊക്കെയാ കൂടുതൽ ഇപ്പൊ സിനിമകളിൽ പഴയ പോലെ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പാട്ടുകളുള്ളൊരു സമയമല്ല. ഒരു പാട്ട് തന്നെ കഷ്ടിച്ചുണ്ടായാലായി അത് തന്നെ കുറച്ച് പാട്ടായിട്ടാണ് സിനിമയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പാട്ടുകാരുണ്ട് ഇപ്പൊ, പല 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 ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസസ് യൂസ് ചെയ്യുന്നു, പരീക്ഷണങ്ങളുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയേക്കാൾ കൂടുതൽ പ്രോഗ്രാംസും മറ്റു റെക്കോർഡിങ്സ് ആണ് കൂടുതലുള്ളത്. ലൈവായിട്ട് അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ അല്ലെ, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ ചേച്ചി ഇപ്പൊ ഈ ഓണം അടിപൊളി ആവട്ടെ, എപ്പോഴും സന്തോഷത്തോടെ എനിക്ക് അതുപോലെ നല്ലൊരു അടിപൊളി ഓണം ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും നല്ല വെള്ളരിക്ക പച്ചടി വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കി തന്ന ചേച്ചിക്ക് വെറും കൈയോടെ അമൃത TV വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ വിടത്തില്ല. അപ്പൊ ഈസ്റ്റന്റെ ഒരു ബ്യൂട്ടിഫുൾ ഹാമ്പർ ആണ് ഈസ്റ്റൻ. ഈ ഓണവും മധുരിക്കട്ടെ, അപ്പൊ മധുരമുള്ള ഓണം ആകട്ടെ അല്ലെ. മധുരം ഭയങ്കര ഇഷ്ടല്ലേ? ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഈസ്റ്റന്റെ സ്ലോഗൻ പോലെ ഈ ഓണവും മധുരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അമൃത TV ഓണം വന്നേ. ഒരു വലിയ സംഗീത കുടുംബത്തിന്റെ മരുമകളായി വന്ന് അമൃത TVയുടെ സ്വന്തമായി മാറിക്കഴിഞ്ഞ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഗായകൻ MG ശ്രീകുമാർ സാറിന്റെ സ്വന്തം ലേഖ ശ്രീകുമാർ. നമ്മുടെ സദ്യയില് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. ഒരു വിഭവമാണ്. പ്രത്യേകിച്ചും എന്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള. ഓ,